എന്താ കുഞ്ഞുണ്ണിന്റെ പണി? ഓന്റെ ബസ്സിലുണ്ട് എന്താ പണി? ആ ആ നോക്കിയോക്ക് ചെറ്റിയോക്ക് കേടന്നോ? ഒരക്കുണ്ടല്ലോ. കുഞ്ഞുണ്ണിന്റെ എനർജി ഒക്കെ കഴിഞ്ഞു. മസിലുണ്ട് കോഴി മസിൽ അല്ലേ? കോഴി മസിൽ ഒരു തേങ്ങ പൊളിക്കാനപ്പോ രണ്ടാള്. എന്തൊരു തേങ്ങ ഇന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതെങ്കിലും കിട്ടിയല്ലോ. ഇവിടെ ഒരു ഒറ്റ തെങ്ങില്ല. വെറുതെ അമ്മയ്ക്ക് കുറച്ച് നല്ല തേങ്ങ അല്ല, നിങ്ങളെ വീട്ടിലെ എവിടെ ഒരു തെങ്ങുമരെങ്കിലും ഉണ്ട്? അത് ഓരോ തൊടിയത്തേണ്. താഴെ വീട്ടിലെ എവിടെ തെങ്ങ്? അയിമ തേങ്ങൊന്നുമില്ല. ഒരു ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിക്ക് ഇടാനാണ് ഇപ്പൊ. ഒരു തേങ്ങ വിളിക്കാൻ പറഞ്ഞപ്പോ ഇതൊക്കെ പാടെ കുളിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല. തേങ്ങ അച്ചിങ്ങ ചേട്ടൻ എന്നാലും ഇത് കിട്ടിയില്ലേ? എവിടുന്ന കണ്ടിട്ടുണ്ട് ചക്ക? അച്ഛന്മാരെവിടുന്ന? അല്ലേ കുഞ്ഞുമലക്ക് താമസിക്കില്ലേ? അതിന്റെ ഇപ്പുറത്താ തൊടിയിട്ട് മുറിച്ചു തരുമോ? ഞാൻ ചക്ക വന്നാക്കൂല, ചക്ക മുറിക്കൂല. പക്ഷെ ചക്ക തിന്നില്ല. നല്ലോ ചക്ക തിന്നൂല. ഇങ്ങനെ തിന്നാൻ വരും. ഫസ്റ്റത്തെ ചക്ക കൂട്ടാനാണ്. ഇനിയിപ്പോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൂട്ടാൻ തന്നിട്ടില്ല. ഇനിയിപ്പോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി പൊന്നോട്ടാൻ പറ്റൂല്ലോ. അതൊന്നും പറ്റില്ല. ഓരോ കൊടുത്തിട്ടു കഴിഞ്ഞോ? മൂത്ത ചക്കലേ പഴുത്തിക്കണത് അത് പഴുത്തോന്നല്ല. പുട്ടുമാരിണ്ടോ ഇതോ? എടിയാ അതിന് തന്നാ ഒരു പോള. നീതോ പുട്ടുമാരില്ല? പുട്ടുമാരി ചക്ക 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 ഇട്ട് മൂത്തല്ലേ? നല്ല മൂത്തുണ്ട്. സൂപ്പർ. പഴുത്തൊന്നല്ല മൂത്താ. എങ്ങോട്ടാ തിന്ന്? വെളിച്ചെണ്ണ ഒന്നുകൂടെ അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ചാലിയേട്ടനെ കിട്ടി ചക്ക ഉണ്ടാക്കാൻ. ഞാൻ ഇപ്പൊ ഇവിടെ പെട്ടതാണ്. ഇജ് വന്ന് പെട്ടൂലേ? അതുകൊണ്ട് ചക്ക എളുപ്പാവും. ചക്കയും കഞ്ഞിയും കുടിച്ചിട്ട് ചക്ക കൊണ്ടുണ്ടെങ്കിൽ പൈസ കണ്ണേട്ടന് കണ്ണേട്ടനല്ലേ കൊണ്ടുവന്നേ? പൈസ ആ കണ്ണേട്ടന് എന്താ വേണ്ടി മരുന്ന് പെട്ടിക്കാൻ കൊണ്ടെടുക്കണം പണി കണ്ണേട്ടൻ്റെ അല്ലേ? എന്നിട്ട് വരുമ്പോ ഓരോ മരുന്നും അമ്മീ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പകുതി ചക്ക എത്തുമ്പോ തന്നെ ഷാജിയേട്ടാ കൊയങ്ങിയോ? പണിക്കണല്ലോ. കൊയർത്ത് വെള്ളം പോയി കുടിച്ചുള്ളൂ. ചക്കയൊക്കെ നന്നാക്കി തന്നാണ്ട് അവള് ചോറിനാനൊന്നും നിന്നില്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ പോയി. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതായിരുന്നു ചക്ക. ഒരു ചക്ക അവള് പോയപ്പോൾ കൊണ്ടുപോയിട്ടോ. അവരെ മുന്നിക്ക് വെച്ചു കൊടുക്ക്. ചക്കയും കൊണ്ടാണ് പോണട്ടോ. അപ്പൊ കഞ്ഞി കുടിക്കാൻ നിക്കണില്ല നിങ്ങള്? എന്നായിക്കോട്ടെ, ടാറ്റ. ചക്കത അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. ഫ്രൈ ആയി മതി. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് നമുക്കുണ്ടാവും. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയിടണം കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. ഫ്രൈ ചെയ്തെടുക്കാം.
ചക്ക കൂട്ടാൻ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാം. ചക്ക കൂട്ടാനും ഇറച്ചിയും മീൻ വറുത്തതും എല്ലാതും ആയിട്ടോ. അപ്പോൾ ഏട്ടന് ചക്കയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയും ചക്കക്കൂട്ടാനും. ഉപ്പുണ്ടോ നോക്കിട്ടോ. സ്പൂണ് അങ്ങനെയാണ്. ഇത് മതിയോ? കാശിക്ക് ഇത് മതിയോ? മതിയോ? അനക്ക് മതിയോ? മതിയോ? അനക്കും കഞ്ഞിയാ തരുവോ? ആ കയ്യിലെടുത്തോട്ടെ. ഇങ്ങനത്തെ ഉണ്ടോ അവിടെ? നിങ്ങൾ കണ്ടിക്കണോ ഇതേമാതിരി സ്പൂണൊക്കെ? ഇല്ലല്ലോ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയാണ്. ചക്ക കൂട്ടാൻ ഞങ്ങൾക്ക് ചോറാണ് കേട്ടോ. ഇറച്ചിയുണ്ട്, മീനുണ്ട്, ചക്ക കൂട്ടാൻ. അപ്പൊ എങ്ങനെയുണ്ട്? രസല്ലേ? ഞാൻ ചോറട്ടോ കഴിക്കുന്നത്. എനിക്ക് കഞ്ഞി കുടിച്ചാൽ പോകില്ല. എനിക്ക് കഞ്ഞിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ചോറിനാണ് ഇഷ്ടം. ചക്കക്കൂട്ടാനും കഞ്ഞി രസമുണ്ടോ? പഴയ കാലത്തിൽ പോയി തിരിച്ചു പോയി. ഞങ്ങളെ കുട്ടിക്കാലത്തിൽ തിരിച്ചു പോയി. ഇപ്പോ ഈ കഞ്ഞി ചക്ക കൂട്ടാനൊക്കെ പണ്ടൊക്കെ തേവല്ലേ.